അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് അഥവാ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം, വഫീഖ്. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് മൂന്നാമത്തെ ഒരു ബോക്സിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം, അൽ മുബ്തദഉ വൽ ഖബറു. അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണ്? മുബ്തദഇനോടും ഖബറിനോടും യോജിച്ചത് ഏതാണ്? ഇദ്ആം എന്നുള്ളതാണോ, സലാസത്തു അബ്വാബിൻ എന്നുള്ളതാണോ, ലി കസറത്തിൽ ഇസ്തിഅമാലി എന്നുള്ളതാണോ, നൂന് സഖീലത്തി എന്നുള്ളതാണോ, അല്ലെങ്കിൽ മർഫൂഅനി എന്നുള്ളതാണോ, നൂനുൽ ഖഫീഫത്തി എന്നുള്ളതാണോ? ഏതാണ് അതിനോട് യോജിച്ചത്? മർഫൂഅനി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ രണ്ടിനും എന്തായിരിക്കും? റഫ് ആയിരിക്കും. അതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തത് ഹുദിഫത്തിൽ ഹംസത്തു മിൻ ഖുദ്. ഖുദ് എന്നതിൽ നിന്നും ഹംസയെ കളയപ്പെടും. അതാണ് അവിടെ പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ് കളയപ്പെടുന്നത്? ലി കസറത്തിൽ ഇസ്തിഅമാലി. ലി കസറത്തിൽ ഇസ്തിഅമാലി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഉപയോഗം വർദ്ധിച്ചതിന് വേണ്ടി. അപ്പോൾ ഉപയോഗം വർദ്ധിച്ചതിന് വേണ്ടിയിട്ടാണ് ഖുദ് എന്നതിൽ നിന്നുള്ള ഹംസയെ കളയപ്പെടുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തത് യൽഹഖു ബിൽ ഫിഅലിൽ മുദാഅഫി. അതിൻ്റെ അർത്ഥം മുദാഅഫായ ഫീലിൽ എന്ത് ചെയ്യും? ചേരുന്നതാണ്. മുദാഅഫായിട്ടുള്ള ഫിഅലിൽ ചേരുന്നതാണ്. എന്താണ്? അൽ ഇദ്ആമു. എന്ത്? ഇദ്ആം. അപ്പോൾ ഇദ്ആമാണ് മുദാഅഫായിട്ടുള്ള ഫിഅലിൽ ചേരുന്നത്. ഇനി നാലാമത്തത് അർ റുബാഇ മസീദ് ഫീഹി. റുബാഇ മസീദ് ഫീഹി. അപ്പോൾ അതിനോട് ചോദിച്ചത് സലാസത്ത അബ്വാബിൻ, 3 ബാബുകളാണ്. ഇനി അഞ്ചാമത്തത് ലാ തദ്ഖുൽ ഫിൽ മുസന്ന വ ജംഉൽ മുഅന്നസ്. ലാ തദ്ഖുൽ പ്രവേശിക്കുകയില്ല, ഫിൽ മുസന്ന മുസന്നയിലും, വൽ ജംഉൽ മുഅന്നസ് ജംഉ മുഅന്നസിലും പ്രവേശിക്കില്ല. എന്താണ്? നൂനുൽ ഖഫീഫ, ഖഫീഫയുടെ നൂനാണ്. ആറാമത്തത് തദ്ഖുലു ഫി കുല്ലി സിയഅത്തിൻ മിനൽ അംരി. സിയഇൻ മിനൽ അംരി, അംറിൽ നിന്നുള്ള എല്ലാ സിയകളിലും പ്രവേശിക്കും. അതേതാണ്? നൂനു സഖീലയാണ്. ഇനി രണ്ടാമത്തത് മയ്യിസ് എന്നുള്ളതാണ്. അപ്പോൾ താഴെ ജുംലത്തുൽ ഫിഅലിയയും ജുംലത്തുൽ ഇസ്മിയയും തന്നിട്ടുണ്ട്. അപ്പം അത് വേർതിരിച്ചെഴുതണം. ആ ഒരു ബോക്സിൽ ജുംലത്തുൽ ഫിഅലിയ തന്നിട്ടുണ്ട്, പിന്നെ ജുംലത്തുൽ ഇസ്മിയും തന്നിട്ടുണ്ട്. അപ്പോൾ ജുംലത്തുൽ ഫിഅലിയ അതിൻ്റെ ഭാഗത്തും ജുംലത്തുൽ ഇസ്മിയ അതിൻ്റെ ഭാഗത്തും എഴുതുക. അപ്പോൾ ഒന്നാമത്തത് അൽ ഖുർആനു കിതാബുല്ലാഹ്. രണ്ടാമത്തത് അൻസലല്ലാഹുൽ ഖുർആന. 3 ഉസ്ദുഖന്ന യാ ഹബീബി. 4 അൽ മുഅ്മിനു ലാ യക്ദിബ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജുംലത്തുൽ ഫിഅലിയ എന്ന് പറഞ്ഞത് ഫിഅൽ കൊണ്ട് അഥവാ ഒരു പ്രവർത്തനം കൊണ്ട് തുടങ്ങുന്ന ജുംലയാണെങ്കിൽ അത് ജുംലത്തുൽ ഫിഅലിയ ആയിരിക്കും. പേരുകൊണ്ട് തുടങ്ങുന്ന ഒരു ജുംലയാണെങ്കിൽ അത് ജുംലത്തുൽ ഇസ്മിയ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തത് ജുംലത്തുൽ ഫിഅലിയയിൽ പെട്ടത് ഏതെല്ലാമാണ്? അൻസലല്ലാഹു ഖുർആന, അല്ലാഹു തആല ഖുർആൻ ഇറക്കി അല്ലേ. അപ്പോൾ ഇറക്കി എന്നുള്ളത് എന്താണ്? ഒരു ഫിഅലാണ്, ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അത് ജുംലത്തുൽ ഫിഅലിയയിൽ എഴുതുക. പിന്നെ ഉസ്ദുഖന്ന യാ ഹബീബി, എൻ്റെ സഹോദര നീ എന്ത് ചെയ്യുക? എൻ്റെ കൂട്ടുകാര, ഉസ്ദുഖന്ന നീ സത്യം പറയുക. അപ്പോൾ ഉസ്ദുഖന്ന എന്ന് പറഞ്ഞാൽ സത്യം പറയുക എന്ന് പറഞ്ഞത് എന്താണ്? ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് അത് അവിടെ വരും. രണ്ടാമത്തത് അൽ ജുംലത്തുൽ ഇസ്മിയയാണ്. അൽ ഖുർആനു കിതാബുല്ലാഹ്. ഖുർആൻ എന്നുള്ളത് എന്താണ്? ഒരു പേരാണ്. അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. അപ്പം ഖുർആൻ എന്നുള്ളത് ഒരു പേരായതുകൊണ്ടാണ് അത് ഇസ്മിയയിൽ വന്നത്. അൽ മുഅ്മിനു, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി എന്ന് പറഞ്ഞാലും ഒരു പേരാണ്. അതും എന്തിൽ വന്നു? ജുംലത്തുൽ ഇസ്മിയ. ലാ യക്ദിബന്ന എന്ന് പറഞ്ഞാൽ ലാ യക്ദിബന്ന കളവ് പറയരുത്. ഇനി ഉക്തുബുൽ ഇസ്നൈനി 2 എണ്ണം എഴുതാനാണ്. അൻവാഉൽ മഹ്മൂസി ഏതൊക്കെയാണ്? അൻവാഉൽ മഹ്മൂസി ഒന്നാമത്തത് മഹ്മൂസുൽ ഫാഇ, ഫാഫിയൽ മഹ്മൂസായത്. രണ്ടാമത്തത് മഹ്മൂസുൽ ഐനി, ഐൻഫിയൽ മഹ്മൂസായത്. മൂന്നാമത്തത് മഹ്മൂസുൽ ലാമി, ലാംഫിയൽ മഹ്മൂസായത്. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത് അബ്വാബു സുലാസി മുജറദ്. സുലാസി മുജറദിൻ്റെ ബാബുകൾ ഫഅല യഫ്ഉലു, ഫഅല യഫ്ഇലു, ഫഅല യഫ്അലു, ഫഇല യഫ്അലു, ഫഉല യഫ്ഉലു. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തത് അൻവാഇ ലിൻ നഹി, നഹീൻ്റെ ഇനങ്ങൾ. നഹി ഹാദിർ, നഹി ആയിബ്. ഇനി അടുത്തതാണ് 4ാമത്തെ ഭാഗം അജിബ്, ഉത്തരം എഴുതാനാണ്.
അതിൻ്റെ ഉത്തരം ഇദൽ തഖത്തിൽ ഹംസത്താനി, രണ്ട് ഹംസ വന്നു കഴിഞ്ഞാൽ, ഫി കലിമത്തി ഒരേ കലിമത്തിൽ, വ താനിയത്തുഹുമ സാക്കിനത്തുൻ, രണ്ടാമത്തത് സുക്കൂനുമായി കഴിഞ്ഞാൽ, ഫമാദ യജിബു, എന്താണ് നിർബന്ധമാവുക. അപ്പം ഒരേ കലിമത്തിൽ തന്നെ രണ്ട് ഹംസകൾ വന്നു, രണ്ടാമത്തതിന് എന്തുമായി, സുക്കൂനുമായി, അങ്ങനെ ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ്, എന്താണ് നിർബന്ധമാവുക. അതിനുത്തരം വജബ ഖൽബുഹ ബി ജിൻസി ഹറക്കത്തി മാ ഖബ്ലഹ. വജബ നിർബന്ധമാകും. എന്താണ് നിർബന്ധമാവുക, അതിനെ മറിക്കൽ, എന്തിലേക്ക്, മാ ഖബ്ലഹ, അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഹർക്കത്തിലേക്ക്, ഹർക്കത്തിൻ്റെ ഇനത്തിലേക്ക് മറിക്കൽ നിർബന്ധമാകും. നമുക്കതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഫതഹ ആണെങ്കിൽ, ഹർക്കത്ത് ഫതഹ ആണെങ്കിൽ അത് തൊട്ട് മുൻപുള്ള ഹർക്കത്ത് എന്ന് പറഞ്ഞല്ലോ, അത് ഫതഹ ആണെങ്കിൽ അലിഫായിട്ടും, കെസുറാണെങ്കിൽ യാ ആയിട്ടും, ലമ്മാണെങ്കിൽ വാവായിട്ടുമാണ് മറിക്കുക. ഉദാഹരണം ഏതുപോലെ, അഅ്മന എന്നുള്ളതിൽ ഹംസ, രണ്ട് ഹംസകൾ വന്നു, ഒന്നാമത്തതിന് ഫതഹുമാണ്, രണ്ടാമത്തതിന് സുക്കൂനുമാണ് അല്ലേ. അപ്പം അതിനെ ഫതഹ ആയിട്ട് മറിക്കും. അപ്പം എങ്ങനെ പറയും, ഫതഹ് ആയതുകൊണ്ട് അതിനെ അലിഫായിട്ട് മറിക്കും. അപ്പം ആമന എന്ന് പറയും. അഅ്മന എന്നുള്ളതിനെ ആമന, ഇഅ്മന എന്നുള്ളതിനെ ഈമാനൻ, ഉഅ്മിന എന്നുള്ളതിനെ ഊമിന, അങ്ങനെയാണ് പറയുക. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഒരേ കലിമത്തിൽ രണ്ട് ഹംസ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തതിന് സുക്കൂനുമാണെങ്കിൽ എന്താക്കി മാറ്റും, തൊട്ട് മുൻപ് ഉള്ളതിൻ്റെ ഹർക്കത്തിൻ്റെ ഇനത്തിലേക്ക് ഇതിനെ മറിക്കപ്പെടും. അതാണ് ഉത്തരം. ഇനി രണ്ടാമത്തത് അൽ ഫിഅലുൽ മുഅത്തൽ മാ ഹുവ. മുഅത്തലായിട്ടുള്ള ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്, മാ കാന അഹദു ഹുറൂഫിഹിൽ അസ്ലിയത്തി അലിഫൻ ഔ വാവൻ ഔ യാൻ. അപ്പോൾ അസ്ലി ആയിട്ടുള്ള ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് അലിഫോ വാവോ യാഓ ആയി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് എന്ത്, അൽ ഫിഅലുൽ മുഅത്തൽ. ഇനി അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം, മൂന്നാമത്തെ ചോദ്യം, മുളാഅഫു മിൻ സുലാസി മാ ഹുവ. മാ കാന ഐനുഹു വ ലാമുഹു മിൻ ജിൻസിൻ വാഹിദിൻ. അപ്പം മൂന്നാമത്തെ ചോദ്യം ഒന്ന് നല്ലോണം നോക്കുക. അൽ മുളാഅഫു മിൻ സുലാസി മാ ഹുവ, സുലാസിയിൽ നിന്നുള്ള മുളാഫ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിന് ഉത്തരം മാ കാന ഐനുഹു വ ലാമുഹു മിൻ ജിൻസിൻ വാഹിദിൻ. ഐൻ ഫിഅലും ലാം ഫിഅലും ഒരേ ഇനത്തിൽ വരിക, അതാണ് സുലാസിയിൽ നിന്നുള്ള മുളാഅഫ് എന്ന് പറയുന്നത്. ഉദാഹരണം ഏതുപോലെ, മദ്ദ പോലെ, അറ പോലെ. നാലാമത്തെ നോക്കാം. നാലാമത്തെ ചോദ്യം, അസുലാസിയുൽ മസീദു ഫിഹി മാ ഹുവ. സുലാസി മസീദ് ഫിഹി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹർഫൻ ഔ ഹർഫൈനി ഔ സലാസത അഹ്റുഫിൻ, ഒരു ഹർഫോ അല്ലെങ്കിൽ രണ്ട് ഹർഫോ, ഔ സലാസത അഹ്റുഫിൻ അല്ലെങ്കിൽ മൂന്ന് ഹർഫോ, മിന സവാഇദി അല അഹ്റുഫി സലാസി അസ്ലിയ. അപ്പം അസ്ലി ആയിട്ടുള്ള മൂന്ന് ഹർഫിനേക്കാൾ അധികരിക്കുക. ഒന്നുകൂടെ നോക്കാം, അസ്ലിയായ മൂന്ന് ഹർഫിനേക്കാൾ അധികരിക്കുക. ഏതെല്ലാം, ഒന്നെങ്കിൽ ഒരു ഹർഫ് അല്ലെങ്കിൽ രണ്ട് ഹർഫ് അല്ലെങ്കിൽ മൂന്ന് ഹർഫ്, അതിനാണ് എന്ത് പറയുക, സുലാസി മസീദ് ഫിഹി എന്ന് പറയുക. ഇനി അഞ്ചാമത്തത് നോക്കാം. കൈഫ യുബ്ന ഇസ്മുൽ ഫാഇൽ മിൻ ഫിഅലി സാദ അലാ സലാസതി അഹ്റുഫിൻ. ചോദ്യം, മൂന്ന് ഹർഫിനേക്കാൾ അധികരിച്ച ഫിഅലിൽ നിന്നും ഇസ്മു ഫാഇൽ എങ്ങനെയാണ് എടുക്കുക. അതിനുത്തരം ബി വളഇ മീമിൻ മദ്മൂമത്തിൻ മൗളിഅ ഹർഫിൽ മുളാറഅത്തി വ കസ്രി മാ ഖബ്ലൽ ആഖിറ. അപ്പം എന്ത് ചെയ്യുക, അവിടെ പറയുന്നത് ബി വളഇ മീമിൻ മദ്മൂമത്തിൻ, ലമ്മാക്കപ്പെട്ട മീമിനെ കൊണ്ടുവരിക. എവിടെയാണ്, മൗളിഅ ഹർഫിൽ മുളാറഅത്തി, മുളാരിയുടെ ഹർഫിന്റെ സ്ഥാനത്ത്. അപ്പോൾ മുളാരിയുടെ ഹർഫിന്റെ സ്ഥാനത്ത് ലമ്മാക്കപ്പെട്ട മീമ് കൊണ്ടുവരികയും വ കസ്രി മാ ഖബ്ലൽ ആഖിറ, അവസാനത്തതിന് മുമ്പുള്ളതിന് എന്ത് കൊടുക്കുക, കസ്ർ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. മുദഹ്രിജിൻ അല്ലേ, മുദഹ്രിജിൻ എന്നുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇനി അടുത്തത് സൊറിഫ്. സൊരിഫ് എന്ന് പറഞ്ഞാൽ സർഫാക്കാനാണ്. ബാഅ ബാഅ ബാഉ ബാഅത്ത് ബാഅത ബിഅന ബിഅത ബിഅതുമാ ബിഅതും ബിഅതി ബിഅതുമാ ബിഅതുന്ന ബിഅതു ബിഅന. രണ്ടാമത്തത് യമുദ്ദു യമുദ്ദാനി യമുദ്ദൂന തമുദ്ദു തമുദ്ദാനി യംദുദ്ന തമുദ്ദു തമുദ്ദാനി തമുദ്ദൂന തമുദ്ദീന തമുദ്ദാനി തംദുദ്ന അമുദ്ദു നമുദ്ദു.
മൂന്നാമത്തത് ലറബ യളിബു ലർബൻ ഫഹുവ ലാരിബുൻ വളുരിബ യുളറബു ലർബൻ ഫഹുവ മദ്റൂബുൻ അൽ അംറു മിൻഹു ഇളുരിബ് ലിയളുരിബ് വന്നഹി ലാ തളുരിബ് ലാ യളുരിബ്. ഇനി ആറാമത്തെ പ്രവർത്തനമാണ് ഇംലഇൽ ജദ്വല. താഴെ കൊടുത്ത ആ ഒരു കള്ളികൾ പൂർത്തിയാക്കാനാണ്. മുജറദ് ഏതാണ്? ഖദിമ എന്നുള്ളതാണ് മുജറദ്. അതിൻ്റെ മസീദ് ഫി എങ്ങനെ വരും? ഇസ്തഖ്ദമ എന്ന് വരും. പിന്നെ അൽ ഹുറൂഫു സായിദ, അധികരിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫ്, സീന്, താ. രണ്ടാമത്തത് ഹർജമ, അതിൻ്റെ മസീദു ഫിഹി എങ്ങനെ വരും? ഇഹ്റഞ്ചമ. പിന്നെ അതിൽ അധികരിച്ചത് ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? അലിഫും നൂനും. പിന്നെ മൂന്നാമത്തത് കശഅറ. എന്താണ്? കശഅറ. അപ്പോൾ അതിൽ മസീദ് ഫിഹി ഇഖ്ശഅറ. അപ്പോൾ അതിൽ അധികരിച്ച ഹർഫുകൾ ഏതൊക്കെയാണ്? അലിഫ്, റാ. നാലാമത്തത് അലിമ, മസീദ് ഫിഹി തഅല്ലമ. പിന്നെ അതിൽ അധികരിച്ചത് താ, ലാം. ഇനി അടുത്തത് ഏഴാമത്തത് തർജീം, അർത്ഥം എഴുതാനാണ്. വസല സാലിമുൻ മസാഅൻ മഅ വാലിദിഹി ഇലാ സാഹിലിൽ ബഹ്രി. സാലിം വൈകുന്നേരം പിതാവിനോട് കൂടെ കടൽ തീരത്ത് എത്തി. രണ്ടാമത്തത് അക്മലല്ലാഹു തൻസീലൽ ഖുർആനി ബി 23 സന. അള്ളാഹു ഖുർആനിൻ്റെ അവതരണം 23 വർഷങ്ങളെ കൊണ്ട് പൂർത്തീകരിച്ചു. ഇനി അവസാനത്തത് എട്ടാമത്തതാണ് റത്തീബ്, അത് ക്രമത്തിലാക്കി എഴുതാനാണ്. മന്ദി സലാസത്തിൻ ഇസ്മ ഫാഇലിൻ ഇദാ യകൂനു കഅദ ക ഫാഇലിൻ സുഖി. അപ്പം അത് എങ്ങനെ വരും? കഫാഇലിൻ സുഇസ്മ ഫാഇലിൻ ഇദാ മിന്ദി സലാസത്തിൻ യകൂനു കഅദ എന്ന് വരും. ദുആ വസിയത്തോടെ നിർത്തുന്നു. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.